കംബോഡിയയിലെ മൂന്നാർ പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. കംബോഡിയയിലെ മൂന്നാർ. ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസം വേർത്ത് കുളിച്ച് പണ്ടാരടങ്ങി നടന്ന ഞാനിപ്പോൾ തണുപ്പത്തെ കോടയിലൂടെ അതും ഒരു ഫോർഡ് എക്കോസ്പോർട്ടിൽ അനന്തുവിനോടൊപ്പം ഒരു യാത്ര. ടെക് ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അനന്തു പിന്നെ ചില്ലാട് ഇന്ന് നമ്മൾ കംബോട്ട് എന്ന് പറയുന്ന സൗത്ത് കംബോഡിയയിലെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പണ്ട് ഫ്രഞ്ചുകാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത്, ഫ്രഞ്ച് കോളനി ആയിരുന്ന സമയത്ത് കംബോട്ട് എന്ന് പറയുന്ന അവരുടെ ഒരു ആസ്ഥാന കേന്ദ്രം കൂടിയായിരുന്നു. ഒരു 19th സെഞ്ച്വറി ഫ്രഞ്ച് എന്താ പറയുക കൊളോണിയസിന്റെ സമയത്തുള്ള കെട്ടിടങ്ങളും നദിയും എല്ലാം കൂടെ കൂടി ചേരുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. പോകുമ്പോൾ നമ്മൾ വലിയൊരു മല കയറി ഇറങ്ങിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അന്തുവിന്റെ എക്കോസ്പോർട്ടിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അടിപൊളി ഒരു ഹോട്ടലായിരുന്നു നമുക്ക് ഇന്നലെ സിഹാനോക്കിൽ താമസിക്കാൻ കിട്ടിയത്. ആളും പേരും ഒന്നും ഇല്ലാത്ത ഒരു കാലി ഹോട്ടൽ, നല്ല സെറ്റ് പാച്ചുകളെ കിട്ടിലൊരു ഹോട്ടലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, സുഖമായിരുന്നു. ഗുഡ് മോർണിംഗ്. ചെക്കിംഗ് ഔട്ട്. Okay. Thank you so much. Shooting around. Yeah. So where you go next? Kambot. Yeah. Oh, nice. My home. Really? Nice. Okay, what's your name? Sean. Yes. Nice to meet you. Yeah, nice to meet you. See go you. for shooting around on the mountain and the hill. Yes. It must be very green and nice. Yeah, hopefully. The weather is so good today. Let's see. Thank you. Bye. നല്ല എങ്ങായല്ലേ? നൈസ്. ഞങ്ങൾ ഇവിടെ ഇന്ന് പകൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു എന്താ സംഭവം എന്നറിയോ, ഇന്നലെ രാത്രിയിൽ എല്ലാവരും കൂടെ ഗ്യാംബ്ലിങ്ങും ക്ലബ്ബും എല്ലാം കഴിഞ്ഞിട്ട് പാരാത്രിക്കൊക്കെ ആയിരിക്കും ഇവിടെ വന്ന് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടിപൊളി ഒരു ഹോട്ടലായിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു സിഹാരോക്ക്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഗുഡ് ബൈ സിഹാരോക്ക്. ലെറ്റ്സ് ഗോ ടു കംബോട്ട്. അങ്ങനെ രാവിലെ ബീച്ച് സൈഡ് പതുക്കെ ഉണർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ രാവിലെ കടലിലും സമീപത്തൊക്കെ ആയിട്ടിരിപ്പുണ്ട്. കച്ചവടക്കാരും മറ്റൊക്കെ തുറന്നിരിപ്പുണ്ട്. പൊതുവെ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു നഗരമാണെങ്കിലും ആളും പേരുമൊന്നും വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ രാത്രി ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പകലൊന്നും ഒറ്റ മനുഷ്യനെയും കാണാൻ കിട്ടൂല. ഇവരുടെ ഭാഷയിൽ സിഹനോക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൂരെ നമുക്ക് ഒരു ചെറിയ ഉരുളുപൊട്ടൽ പോലെ ഒരു ലാൻഡ് സ്ലൈഡിന്റെ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് ഭാഗം ഇവര് കടലും മണ്ണിട്ട് നികത്തി എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത എന്തോ പണിയാനായിട്ട് മണ്ണൊക്കെ മാറ്റി മരമൊക്കെ വെട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുക. പോലീസ് കൈ കാണിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, വാട്ട് ഡു യു വാണ്ട്? അവിടെ കൊണ്ട് നിർത്താൻ എന്തായിരിക്കും ഇനി സംഭവിക്കുക? ആണോ? ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുക, പോവുക. ദാറ്റ്സ് ഇറ്റ്. അവൻ വോക്കി ടോക്കി എടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പരിപാടി ഇതൊക്കെ. ഇറങ്ങിപ്പോണോ ഇവിടെ? അവിടെ അടുത്തിറങ്ങി വരുമോ? ഇല്ല. You want to check the license, right? Okay. Thank you. നല്ല ആൾക്കാരാണല്ലോ. നമ്മൾ നല്ല ആൾക്കാരാണ്. ആണല്ലേ? നല്ല ആൾക്കാരാണ്. അത് ശരി. ഇന്ത്യക്കാർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷിയാനോക്കിൽ കുറെ പ്രശ്നങ്ങൾ നടക്കുന്ന കാരണം സ്വാഭാവികമായിട്ടും കാറൊക്കെ ഓടിച്ചു വരുന്ന ആൾക്കാരെ നമുക്ക് ഡൗട്ട് ചെയ്യും. ഇവിടെ എന്താണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഉടായിപ്പാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറും കൊണ്ടിട്ട് വരുന്ന ആള് എന്താണ് ഇതിന്റെ ഉള്ളില് പിള്ളേരെ വെച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യാണ് അവര്. അവരിപ്പോ വന്നിട്ട് എന്റെ ഡോക്യുമെന്റ് ചെക്ക് ചെയ്തപ്പോ അതിൽ ഡേറ്റ് ഉണ്ടല്ലോ ലൈസൻസിൽ, ഇവിടെ ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി. വണ്ടി പുതിയതാണ്. ഇത് അവർ വരുമ്പോൾ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഉള്ളില് ഇരിക്കുന്ന രണ്ടുപേരും മാന്യന്മാരാണ്. നിങ്ങളുടെ ഞാൻ പ്രത്യേകിച്ച് അതുകൊണ്ടല്ലോ എന്നോടും ചോദിച്ചില്ലല്ലോ. നിങ്ങളോട് ലൈസൻസ് ചോദിച്ചില്ലേ? എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. നമ്മുടെ നാട്ടിലാണ് നമ്മൾ ഇറങ്ങി സാർ എന്ന് വിളിക്കണ്ടേ? അതിപ്പോ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പെട്ടാ വണ്ടിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ലോ മാറി. കാരണം നമ്മളെന്ത് അവന് കൊടുക്കാൻ വേണ്ടി പോയ പോലെ ആണോ? അവൻ ഇറങ്ങാൻ പറഞ്ഞാൽ മാത്രം നമ്മൾ ഇറങ്ങാം. ഓ അത് ശരി. ഓക്കെ. അത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പിടിക്കും. കാരണം അതിന് മുമ്പേ ഒരാളിരുന്നിരുന്നു അവിടെ. അവൻ നമ്മളെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഇന്ത്യക്കാരെ ഒന്ന് ചെക്ക് ചെയ്യും. ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ നോക്കും. ഇന്ന് രാവിലെ തന്നെ മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞൊരു അരമണിക്കൂറായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. മഴയാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ റോഡ് പോലെ തന്നെ ഉണ്ടല്ലേ? കേരളത്തിലെ റോഡ്, കേരളത്തിലെ നമ്മുടെ, അതായത് ഇപ്പൊ വീതി കൂട്ടിരിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേ. എന്റെ വീടിന്റെ അവിടെ അതെ, തൃശ്ശൂർ കുന്നംകുളം. ഇപ്പൊ ഏകദേശം അതേപോലൊക്കെ തന്നെയൊക്കെ ഉണ്ട്. ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മോശം റോഡ്
മറ്റാർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം വരെ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് മാത്രമേ ഞങ്ങളെ വെല്ലുവിളിക്കാൻ പാടുള്ളൂ. അത്രയും മോശം റോഡ് കേരളത്തിൽ വേറെ എവിടെയും കാണത്തില്ല. ഞാൻ കുറെ നാളായി ആ വഴിക്ക് പോയിട്ട്. ഒന്ന് പോയി നോക്കണം. ശരിയാണോ? ഞാൻ പണ്ടൊന്ന് പട്ടാമ്പി വഴി പോയായിരുന്നു. MLA വരെ അതിനകത്ത് പ്രതികരിച്ചായിരുന്നു. പക്ഷെ റോഡ് നന്നായി കേട്ടോ ഇപ്പം. ഇത് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമൊക്കെ ആയിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതെ അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ റോഡും കച്ചറയാണല്ലോ ബ്രോ. ഇത് കുറെ നേരം ഇനി അങ്ങോട്ട് മൊത്തം എങ്ങനെയാണോ? കുറച്ച് ദൂരം ഉണ്ട്, 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ. അടിപൊളി. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഇവിടെ കമ്പോടി. ഇത് ഇവിടുത്തെ സംഭവം അറിയോ? ഇവിടെ ഞാൻ കണ്ടത് നല്ല അടിപൊളി എക്സ്പ്രസ് ഹൈവേ ഉണ്ട്, നല്ല വൃത്തിയുള്ള നഗരങ്ങളുണ്ട്, നല്ല കൂതറ നഗരങ്ങളും ഉണ്ട്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്, പന്നം പിടിച്ച റോഡും ഉണ്ട്, എല്ലാം ഉള്ള സ്ഥലം. അതാണ് കമ്പോഡിയ. എക്കോ സ്പോട്ടിന് മസാജ് ഫംഗ്ഷൻ ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഓണാക്കിയതാ. നിങ്ങൾ ഇങ്ങനെ വണ്ടിക്കകത്ത് ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കള്. നമുക്ക് കുഴി 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 എന്തോന്നു റോഡാണ് ഇത്. എനിക്ക് ലാവോസും നേപ്പാളും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ അത്രയും ടെറിബിൾ അല്ല, എന്നാലും ഏകദേശം അടുത്തൊക്കെ വരും. ബ്രോ എനിക്ക് മസാജ് മതി, ഇനി വേണ്ട. പറ്റത്തില്ല, ഓഫാക്ക് മതി. ഇങ്ങനെ നമ്മൾ കമ്പോട്ട് എത്തി. കമ്പോട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആൻഡ് ഇന്റർനാഷണൽ പോർട്ട് എന്നും പറഞ്ഞിട്ടൊരു പോർട്ട് കാണാം. അതായത് ഇത് ശരിക്കും ഒരു പോർട്ട് സിറ്റി. ആ വണ്ടി ഉണ്ടോ? അടിപൊളി. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു പോർട്ട് സിറ്റിയും കൂടിയായിരുന്നു. നമ്മുടെ കമ്പോഡിയ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയം മുതൽ ഇന്റർനാഷണൽ റിലേഷൻസും ചരക്കുകളും കപ്പലുകളിൽ ഇവിടെ ഈ ഒരു കമ്പോട്ട് എന്ന് പറയുന്ന പോർട്ടിൽ വന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഓ ഗൈസ്, അങ്ങനെയാണല്ലോ അല്ലേ? എന്താ പരിപാടി? എന്താ, എങ്ങോട്ടാ നമ്മൾ പോണേ? നമ്മള് കമ്പോട്ട് എത്തിയില്ലേ? കമ്പോട്ട് എത്തി. ഇതാണ് ബോക്കോർ നാഷണൽ പാർക്ക്. ഇവിടെ നമുക്ക് കുറച്ച് ഫ്രഞ്ച് വിപ്ലവങ്ങൾ കാണാം. ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു മൗണ്ടെയിൻ ആണ്. നല്ല അടിപൊളി ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. പ്രിയ മൊനിവോങ് ബോക്കോർ നാഷണൽ പാർക്ക്. നല്ല മാങ്ങയൊക്കെ ഇരിക്കുന്നത്. വാങ്ങിച്ചു കഴിച്ചാലോ? അടിപൊളി. നമ്മൾ ഈ കമ്പോട്ടിൽ വന്നത് ശരിക്കും ബേസിക്കലി ഈ ഒരു നാച്ചുറൽ പാർക്കിൽ പോകാൻ വേണ്ടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 45 കിലോമീറ്റർ മല കയറി പോകണം. ഏകദേശം 3000-3500 അടി ഉയരം വരെ നമ്മൾ ഇവിടെ നിന്ന് കയറിപ്പോവും. ഇവിടെ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് കടകളൊക്കെ കാണാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കമൈറോജിൻ്റെ ആൾക്കാർ, അതായത് കമൈറോജ് ഗൊറില്ലകൾ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ ഒരു മെയിൻ കേന്ദ്രമായിരുന്നു ഈ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ നക്സലൈറ്റുകൾ പണ്ട് പല കാടുകളിലും ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ കമൈറോജിൻ്റെ ഒരു മെയിൻ കേന്ദ്രമായിരുന്നു ഇവിടുത്തെ ഹിൽ സ്റ്റേഷൻ. ഇപ്പോൾ ഈ ഹിൽ സ്റ്റേഷനിൽ ഇവിടുന്ന് 45 കിലോമീറ്റർ ദൂരം പോയി അങ്ങ് മേലെ മൂന്നാർ പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഒരു വലിയ കാസിനോയും പിന്നെ കുറേ അബാൻഡൻഡ് ആയിട്ടുള്ള ഫ്രഞ്ച് കോളനിയും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള വലിയൊരു കമാനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കമ്പോഡിയയിലെ 2 ആസിയാൻ ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒരെണ്ണമാണ് എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ചെറിയ ബൈക്ക്, ആ ബൈക്കിനോട് ചേർന്ന് ഒരു ഉന്തുവണ്ടി. അങ്ങനെയാണ് ഇവിടെ പല ആൾക്കാരും കച്ചവടം ചെയ്യുന്നത്. എനിക്ക് ബൈക്കിനോട് ചേർന്നുള്ള ഉന്തുവണ്ടിയും. ഇവരൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് വരും ഇങ്ങനെയുള്ള വണ്ടികളായിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പകൽ സമയങ്ങളിൽ ടൂറിസ്റ്റുകളെ കാത്തിങ്ങനെ നിൽക്കും. എന്നിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേക്കിനും തിരിച്ചു പോകും. അതാണ് പരിപാടി. മാങ്ങ ഉണ്ട്? മാങ്ങ അപ്പുറത്തുണ്ട്. മാങ്ങ ഇവിടെ എവിടെയൊക്കെ ഞാൻ മാങ്ങ കണ്ടായിരുന്നല്ലോ. അത് പഴുത്ത മാങ്ങയല്ലേ? പഴുത്ത മാങ്ങ അത് വേണ്ട. പഴുത്ത മാങ്ങ വേണ്ട. പഴുത്ത വേണ്ട, പച്ചമാങ്ങ കിട്ടണം. നോക്കട്ടെ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് അമ്പഴങ്ങ ഉണ്ട്. അമ്പഴങ്ങ, മറ്റേ നെല്ലിക്ക പോലത്തെ സാധനം ഉണ്ടല്ലോ, അമ്പഴങ്ങ. അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് പച്ചമാങ്ങയല്ലേ? പച്ചമാങ്ങ. പക്ഷേ ഇവരെ ഒരു സാധനം ഇടാതെ തരാൻ പറയണം. ഒന്നും ഇടരുത് കേട്ടോ, ഉപ്പ് മാത്രം മതി. ഉപ്പ് കൂട്ടി കഴിക്കുക. ഇവരോട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒന്നും ഇടണ്ടായേ, വെറുതെ തന്നാൽ മതിയേ. നിങ്ങൾ അതെ ഇവിടെ ഭാഷയൊന്നും പഠിച്ചില്ല? ആണോ? കമ്മയെ പഠിച്ചില്ല? കമ്മയെ മുഴുവൻ നമുക്ക് പറ്റത്തില്ല. അതിനാ ഭയങ്കര പ്രശ്നമാണ്. ആണോ? അപ്പോൾ ഈ ഭാഷ നിങ്ങൾ എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്? നമ്മൾ ഇവരായിട്ട് കച്ചവടമല്ലോ, നോംപെനിലല്ലേ കച്ചവടം. നോംപെനിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ആണല്ലേ? മാർക്കറ്റിൽ പോകാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ കാസർഗോഡ് കൊണ്ട് തിരുവനന്തപുരമുള്ള സ്ലാങ് ഇല്ലേ, ക്യാമറയിലും അതേപോലെ സ്ലാങ്ങുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന വേർഡ് കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അടിപൊളി. നല്ല പച്ച മാങ്ങയും അമ്പഴങ്ങയും. വാ നോക്ക്, അടിപൊളി. അത് മാങ്ങാപ്പിലാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമാങ്ങ ഉപ്പും മുളക് ഇട്ട് കഴിക്കണം, ഞാൻ ഇഷ്ടമാണ്. പക്ഷെ ഇവരുടെ ഉപ്പും മുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതെ, ഇതിന് ഒരു ചെറിയൊരു മധുരിപ്പും വേറെ എന്തൊക്കെയോ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതെ,
നോ പേയ്മെൻറ്റ് ഫോർ വിസിറ്റ് ബൊക്കോർ മൗണ്ടൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരു ജസ്റ്റ് വണ്ടി പോകുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കുകയാണെന്ന് തോന്നുന്നു, വേറൊന്നുമില്ല. ലോക്കി മാവോ മോണുമെൻ്റ് എന്ന് പറഞ്ഞ മോണുമെൻറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും. ഞാൻ ദൂരം നോക്കിയപ്പോഴത്തേക്കും ഒരു ബുദ്ധൻ്റെ ഒരു വിഗ്രഹം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഒരു ബുദ്ധൻ്റെ വിഗ്രഹമല്ല, ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈപ്പ് വിഗ്രഹമാണ്. പിന്നെ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു ഹോണ്ടഡ് പ്ലേസ് പോലെ ഒരു പഴയ ഒരു കെട്ടിടം കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞി പാലസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് കിങ് സിഹാനോക്കിൻ്റെ റെസിഡൻസ് ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. 1936 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. അത് ഇങ്ങനെ സത്യം പറഞ്ഞ ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനും കഷ്ടം തോന്നുന്നു. അവിടെ ഇവിടെ കണ്ടില്ലേ ഒരു വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ഖമർ റോജിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു ബിൽഡിങ്ങിന് അവർ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഭയങ്കര ഡേർട്ടി ആണല്ലോ ബ്രോ. ഇത് നമ്മുടെ നാട്ടിലെ അനാശാസ്യമല്ലല്ലോ, എന്തേലും പറയുന്നത്, സാമൂഹിക വിരുദ്ധർ അണിഞ്ഞാടുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലം. ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ടിട്ടിരിക്കുന്നു. പിന്നെ കള്ളും കുപ്പിയും മറ്റുമൊക്കെ കാണാം. ഇതിനകത്ത് ആരും തീയൊക്കെ ഇട്ടിട്ട് ക്യാമ്പൊക്കെ ചെയ്തിട്ടിരിക്കുന്നു. പണ്ടത്തെ ഒരു രാജാവ് പണിത ഒരു ചെറിയ കുഞ്ഞി പാലസാണ് ഇത്. കംപ്ലീറ്റ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഫുള്ള് അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് പുതിയ കെട്ടിടം പോലെയൊക്കെ ഉണ്ടല്ലോ. 1936 പണിതായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. ചിലപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിരിക്കും. മേ ബി അങ്ങനെ എന്തെങ്കിലും ചെയ്തിരിക്കുകയാണ്. ആരാണ്ട് ഇവിടെ ഇരുന്ന് കാര്യമായിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഗ്ലാസ് ഒക്കെ കാണാം. പിന്നെ ഇതെന്തുവാ ബ്രോ ഇത്? പൂജയ്ക്ക് സമർപ്പിക്കുന്ന അതാണോ? അത് വേറെ എന്തെങ്കിലും ആണോ? ഉദ്ദേശമൊന്നുമില്ല. അല്ലല്ലേ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ മല ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ പരുന്തുംപാറയിലൊക്കെ ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പരുന്തുംപാറ, പിന്നെ നമ്മുടെ കുട്ടിക്കാനത്ത് ഇതുപോലത്തെ ഒരു പഴയ ഒരു കൊട്ടാരമുണ്ട്. നമ്മുടെ ലൂസിഫറൊക്കെ ഷൂട്ട് ചെയ്തൊരു കൊട്ടാരമില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ആ ഭാഗത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയൊരു വൈബൊക്കെ എനിക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അടിപൊളി. നോക്കിയേ, ഇത് കലാകാരന്മാർ അഴിഞ്ഞാടിയേക്കുന്ന കേട്ടോ, സാമൂഹിക വിരുദ്ധരല്ല. കലാകാരന്മാർ കാര്യമായിട്ട് അഴിഞ്ഞാടി വെച്ചിട്ടുണ്ട് ഇവിടെ. കംപ്ലീറ്റ് ആർട്ട് വർക്കൊക്കെ ചെയ്ത് അടിപൊളി. ശരിക്കും ഒരു ഭീകരത ഫീൽ ചെയ്യുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. ഇവിടെ അങ്ങനെ സീസണൊക്കെ ഉണ്ടോ? ഒരു മനുഷ്യനില്ലട്ടാ. ഇതൊരു വാക്കിംഗ് ട്രെയിലാണ് ബേസിക്കലി. ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇതൊരു ടൗൺഷിപ്പ് ആയിരുന്നു അല്ലേ? എന്താ സംഭവം പറഞ്ഞത്? ടൗൺഷിപ്പ് എന്തുപറ്റി? വണ്ടി ലോക്ക് ചെയ്തെന്ന് നോക്കിയല്ലേ? എനിക്കുള്ള സ്വഭാവം അതെ ഇടക്കിടയ്ക്ക്. നിങ്ങൾ എന്നാ പറഞ്ഞേ? വാറിന്റെ സമയത്ത് ഇവിടെ ജീവിച്ചിരുന്നോ? വാറിന്റെ സമയത്ത് രാജാവ് ഇവിടെയായിരുന്നു. ഒളിച്ചു താമസിക്കാന്ന് പറയാലോ, അല്ലെങ്കിൽ സേഫ് ആയിട്ടിരിക്കുന്ന സ്ഥലം ഇവിടെയായിരുന്നു. ഓ അത് ശരി. പുള്ളിനോട് കണ്ടതിന് ശേഷമാണ് പിന്നെ ഇവിടെ നശിച്ചു തുടങ്ങിയത്. ഐ മീൻ അവരിത് നശിപ്പിച്ചു തുടങ്ങിയത്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതിന് ശേഷം മറ്റേ ഖമർ റോജിൻ്റെ ആൾക്കാർ വന്നിട്ട് അമ്മമാരും പൂന്ന് വിളയാടി കാണും ഇവിടെയൊക്കെ. ഞങ്ങളിങ്ങനെ ആ കാട്ടുവഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇതുപോലെയുള്ള 2-3 ഒളിത്താവളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇത് ഒളിത്താവളം പോലെ, കാരണം ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം പണിത് വെച്ചിരിക്കുന്ന ആരും കാണത്തുപോലുമില്ല, ഒരു മനുഷ്യൻ പോലും അറിയത്തുപോലുമില്ല. നോക്കി, ഇത് ഭയങ്കര കേട്ടോ, ഇത് ഭയങ്കര യുണീക്കാണേ. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം ചെളിയാണല്ലോ. നിങ്ങൾക്ക് ഈ കമ്പോട്ട് ടൗണിൽ വന്നിട്ട് അവിടെ ഇഷ്ടംപോലെ ഹോസ്റ്റൽസ് ഉണ്ട്, ബാക്ക് പാക്കർ ഏരിയ. അവിടെ നിന്ന് ഒരു മോട്ടോർ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാനായിട്ട് വരാം. ഈ പറഞ്ഞ 45-50 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 100 കിലോമീറ്ററൊക്കെ ബൈക്ക് ഓടിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് എടുത്തൊക്കെ വരാം. ഇവിടെയൊക്കെ ഇത്തരത്തിൽ എഴുതി വെച്ച് നശിപ്പിച്ച് നിറണക്കലാക്കി വെച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അടിപൊളി. ഇവിടെ കംപ്ലീറ്റ് തട്ടി ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ വരച്ച് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അതായത് അങ്ങ് ദൂരെ നമുക്ക് കടൽ കാണാം. പിന്നെ അവിടെ ദൂരെ ഒരു ഐലൻഡ് കാണാമല്ലോ ബ്രോ, അതെന്താ സാധനം? നമ്മുടെ വിയറ്റ്നാമാണ് കാണുന്നത്. വിയറ്റ്നാമിൻ്റെ ഐലൻഡ് ആണോ അത്? നമ്മൾ ബോർഡറിലകത്തെ അടിപൊളി. അവിടെ ദൂരെ ഒരു ഐലൻഡ് കണ്ടോ? അത് വിയറ്റ്നാമിൻ്റെ ഒരു ഐലൻഡാണ് ആ കാണുന്നത്, കണ്ടോ? അടിപൊളി, അത് പൊളിച്ച്. ആ ഐലൻഡിൻ്റെ പേരെന്ന് പറയുന്നത് ഫുക്കോക്ക് എന്ന് പറഞ്ഞൊരു ഐലൻഡാണ്, വിയറ്റ്നാമിൻ്റെ ഐലൻഡാണ്. അപ്പോൾ ഈ ഖമർ റോജിൻ്റെ കാലഘട്ടത്തിൽ ഇവർ ഖമർ റോജിനെ തുരത്താനായിട്ട് വിയറ്റ്നാം ആണ് ശരിക്കും ഹെൽപ്പ് ചെയ്തത്, വിയറ്റ്നാം ആർമിയാണ്. ആ സമയത്ത് നടന്നൊരു എക്സ്ചേഞ്ച് ആണെന്ന് തോന്നുന്നു. മേക്കോങ് ഡെൽറ്റ ആക്ച്വലി നമ്മുടെ കംബോഡിയയുടെ ഭാഗമായിരുന്നു മേക്കോങ് ഡെൽറ്റ. ആ മേക്കോങ് ഡെൽറ്റ ഇപ്പം വിയറ്റ്നാമിൻ്റെ കയ്യിലാണ്.
അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ സംഭവിച്ചൊരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ മേക്കോങ് ഡെൽറ്റ നമ്മൾ ഹോച്ചിമിൻ പോകുമ്പോഴത്തേക്കും നമ്മൾ മേക്കോങ് ഡെൽറ്റ ഭാഗത്തേക്ക് പോകും. മേക്കോങ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മേക്കോങ് റിവർ ഉണ്ടല്ലോ, ആ മേക്കോങ് റിവറിൻ്റെ ചുറ്റിപ്പറ്റുമുള്ള ഒരു വലിയൊരു ഏരിയയാണ് മേക്കോങ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇവിടെ മലയുടെ മേളിൽ ഇവർ വില്ല പ്രൊജക്റ്റ് വരെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴെ കുറച്ച് വില്ല പ്രൊജക്റ്റും പരിപാടികളൊക്കെ നോക്കി. ഇവർ മല വെട്ടുന്നതിന് ഒരു ദാക്ഷിണ്യമില്ല കേട്ടോ, വെറുതെ മല വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് കുറച്ച് കോടയൊക്കെ കാണാം. വാവ്, ഇതിപ്പോൾ നമ്മൾ ലവാസെ പോയില്ലേ, പൂനെ പോയപ്പോഴത്തേക്കിനും അവിടുത്തെ ഒരു ലോസ്റ്റ് ഹോണ്ടഡ് സിറ്റി അതേപോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിനും. എന്തുമല്ലേ, ഇതിൻ്റെ മേളിലൊരു പെട്രോൾ പമ്പ് വരെ ഉണ്ടല്ലോ. വാവ്, ഇതിവിടെ ഗംഭീര ടൗൺഷിപ്പ് പണിതുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ മലയുടെ മേളിലും മല വെട്ടിയൊക്കെ. അടിപൊളി. ഈ പണ്ട് നമ്മുടെ ചാലക്കുടി ഫ്ലൈ ഓവറിലായിരുന്നോ അതിൻ്റെ പണി നടക്കുന്ന സമയത്ത് അവിടെ എപ്പോൾ അതിലൂടെ പോയാലും ഒരു 4 പേര് പണിക്കാരുണ്ടാവും അതിൻ്റെ മേളിൽ, എന്തെങ്കിലുമൊക്കെ ചൊണ്ടിക്കൊണ്ടിരിപ്പുണ്ടാവും. അതേപോലെ ഒരു 4-5 പേര് ഇവിടെയും കാണാൻ സാധിച്ചു. പിന്നെ മേളിൽ എന്തൊക്കെ കുറേ ഫാമുകളൊക്കെ ഉണ്ട്, വെയർ ഹൗസും ഫാമുകളും, പിന്നെ കുറച്ച് കൃഷി സംഭവങ്ങൾ, അവിടെ കുറേ ആ ഭാഗത്ത് കുറേ ഗ്രീൻ ഹൗസ് കൃഷികൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോകണം. ടൂറിസ്റ്റുകളൊക്കെ വന്ന കുറേ ബൈക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താ സംബന്ധിച്ച് ഈ സ്ഥലത്തൊരു വൈബ് ഇടുന്നില്ല, അതായത് മൊത്തം ഇവന്മാർ കോൺക്രീറ്റ് കാടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. ഇതാണോ വെള്ളച്ചാട്ടം? അത് കാണാൻ പറ്റില്ല. ഓ, ഇവിടെ നിന്നിങ്ങനെ കാണാനേ പറ്റുള്ളൂ അല്ലേ? അത് ശരി. അയ്യേ, ഇതൊക്കെ വരി വെള്ളച്ചാട്ടമാണോ? ഇതൊരു സുഖമില്ലല്ലോ. വൈബ് ഉണ്ട് കേട്ടോ, അത് താഴെയാണ് വൈബ്. നമുക്ക് നോക്കി നടന്നില്ലേ മറിഞ്ഞടിച്ച് വീഴും, അപ്പോൾ നല്ല വൈബാവും. ഇതിങ്ങനെ ആൾക്കാർ സ്റ്റെപ്പിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ കുത്തി ഒലിച്ച് വെള്ളം വീഴുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ, അടിപൊളി. ഇത് കൊള്ളാട്ടോ. താട്ടിറങ്ങിപ്പോ എൻ്റെ പൊന്നോ, മറിഞ്ഞടിച്ച് വീണാൽ തീർന്ന്. ഇത് ഒരു സേഫ്റ്റി ഇല്ലാതെ കേട്ടോ. അത് നോക്കിയേ, എൻ്റെ പൊന്നെ, വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെളിവെള്ളം പോലത്തെ കളറാണ് വെള്ളത്തിന്. കണ്ടില്ലേ നോക്കി, അടിപൊളി. ഇത് കണ്ടോ, പാറയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ഫുള്ളൊരു കാട്, ഒരു കാട്ടിനുള്ളിൽ ഒരു കംബോഡിയൻ വെള്ളച്ചാട്ടം. അത് കണ്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ ആരോ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്ന പോലില്ല ആ ഒരു ഷേപ്പ്. ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് ഭാവിയിൽ വലിയ ഉരുള് പൊട്ടി വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറി വന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ ഉരുളുപൊട്ടലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും മലമ്പ്രദേശത്തും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോകാൻ നല്ല പേടിയുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളമാണ്, പ്രകൃതിയാണ്. നമ്മളതിനെ നശിപ്പിച്ചാൽ അത് നമ്മളെ തിരിച്ച് നശിപ്പിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ലെറ്റ്സ് ഗോ ബാക്ക്. ഈ മലയുടെ മേളിൽ ഇവരൊരു വലിയൊരു കസീനോ പണിത് വെച്ചിരിക്കുന്ന ഒഴിക്ക്. ഇത് കണ്ടോ, ഇതെന്താ, തൻസൂർ സോക്ക ഹോട്ടൽ ആൻഡ് കസീനോ. എൻ്റെ പൊന്നാണ്, ഇവിടെയൊക്കെ കോട മൂടി കിടക്കുന്നത്. ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് നോക്കി. ഇതൊരു വലിയൊരു ടൗൺഷിപ്പ് പോലെ പണിത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, എന്തൊക്കെ പരിപാടികളാണ്. ഇത് മൊത്തത്തിലൊരു നിഗൂഢത ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ എല്ലാം. എന്തൊക്കെയോ നിഗൂഢതകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒറ്റ മനുഷ്യനില്ല നോക്കി. ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു ഒറ്റ മനുഷ്യനെവിടെ ഇല്ല. ഇത് ലോസ്റ്റ് സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു സ്ഥലം. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അവിടെയൊക്കെ കോട മൂടി ഇരിക്കുന്നുണ്ടോ അതിന്റെ മേളിലൊക്കെ. എന്നാലും ഇത് എന്തോ ഒറ്റ മനുഷ്യനില്ലല്ലോ ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട്. കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ നല്ല റഷായിരുന്നു. ആണോ? അത്ര വരാൻ പറ്റിയിട്ടില്ല. ഓ, എന്നാലും ഇത് സ്ഥലമൊക്കെ അടിപൊളിയാണ്, വേറെ ലെവൽ സ്ഥലമാണ്. പക്ഷെ ഒറ്റ മനുഷ്യനെ കാണാനില്ല. എത്ര നേരം ഓടിയിട്ടാ ഇപ്പൊ വണ്ടി കണ്ടത്. ഫുൾ കോട 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 കോടേ. ഒന്നും കാണുന്നില്ല ബ്രോ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഒന്നും ഒരു കുന്തവും കാണുന്നില്ലല്ലോ. എന്താ സംഭവം? പോയി നോക്കാം. ഹോട്ടലുണ്ട്, അബാൻഡൻഡ് ആയിട്ടൊരു സ്ത്രീയോ? അടിപൊളി. ഇത് ഒരു സെക്യൂരിറ്റി അകത്ത് നിൽപ്പുണ്ട്. ഇത് അബാൻഡൻഡ് ആയിട്ടുള്ളൊരു സ്ത്രീ. ഇതെന്തോ അബാൻഡൻഡ് ആയിട്ടുള്ളൊരു ഹോട്ടല്. അടിപൊളി. ഹായ്, ഇത് ഹോട്ടൽ തന്നെയാ? ഫ്രഞ്ചുകാർ പണിതാണോ? എൻ്റെ ദൈവമേ, ഇത് പൊളിച്ചു കേട്ടോ. എന്തൊക്കെ പരിപാടികൾ. ഇത് മൊത്തത്തിൽ ഈ സ്ഥലം ഫുള്ള് നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലം കേട്ടോ. എന്തൊക്കെയോ നിഗൂഢതകളുള്ള സ്ഥലമാണ്. നമ്മളിങ്ങനെ കോട മൂടി നമ്മളാ പള്ളി വിട്ടുപോയി. തിരിച്ചു പോകുമ്പോഴത്തേക്കിനും ആ പള്ളി എടുക്കാം. ഇവിടെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ചെറിയൊരു അവശേഷിപ്പുള്ളത് ഈ ഫ്രഞ്ച് കോളനിയുടെ ഒറ്റ ബിൽഡിങ്ങേ ഉള്ളൂ. പിന്നുള്ളത് കാടിന്റെ ഉള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇനി അത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഈ കോടയിൽ പോയിട്ട് അത് കാണിച്ചു കൊടുത്താലും എനിക്ക് തോന്നുന്നു അതൊന്നും മനസ്സിലാവില്ല. ആണോ? ഒന്നുമില്ല അങ്ങോട്ട്. ഈ റോഡ് അവിടെ പോയി അവസാനിക്കാം. നമുക്ക് ചുമ്മാ പോയി നോക്കിട്ട് പോയി നോക്കാം. ക്ലോസ്ഡ് ആയിരുന്നു കുറെ കാലം.
ഇപ്പൊ ഇത് കോട കാരണം അവിടെ ക്ലോസ്ഡ് ആയത് കാണുന്നില്ല, 2 ആൾക്കാർ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഓ അത് ശരിയാ. എന്നാലും ഇത് നോക്കി, ഇതിപ്പോൾ ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലം പോലായി. ഇവിടെ ഒരു മരം പോലും ഇല്ല, കാരണം നല്ല കാറ്റുള്ളൊരു പ്രദേശം. അത് ടിക്ടോക്ക് ഒക്കെ ട്രൈപോഡൊക്കെ കൊണ്ടുവച്ചിട്ട് ആൾക്കാർ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ആണല്ലോ പരിപാടികൾ. ഹായ് ഗായ്സ്. അതെ, ഇവിടെ എല്ലാം ഉണ്ട് അബാൻഡൻഡ് ബിൽഡിങ്ങുകൾ കണ്ടാ. വാ, പക്ഷെ ഇതൊന്നും കാണാൻ പറ്റൂല, കാരണം ഇവിടെ കുറേ അബാൻഡൻഡ് ബിൽഡിങ്സ് ഉണ്ട്. ഇതൊക്കെ പണ്ട് കാലം മുതൽ പണിത് വെച്ചിരിക്കുന്ന പരിപാടികളാണ് ഇതെല്ലാം കണ്ടില്ലേ. എന്നാൽ തിരിച്ചു പോകാം, വാ നമുക്ക് പള്ളി പിടിക്കാം. പള്ളി റോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം, അതല്ലാതെ ഇതൊരു ഒരു ഫർദർ കണ്ടിന്യൂഷൻ ഉള്ള റൂട്ടൊന്നുമല്ല. ഒരു മലയുടെ മേളിലേക്ക് ഇങ്ങനെ നമ്മൾ വരുന്നു, എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നു, തിരിച്ചു പോകുന്നു. വാട്ട് സംഭവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. SAMPOV, വാട്ട് സംഭവ്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കോട മൂടി നിൽക്കുകയാണിപ്പോൾ. മുമ്പിൽ നമുക്ക് ധാരാളം ബുദ്ധ സന്യാസിമാരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഈ ഒരു മലയുടെ മേളിൽ പണ്ട് മുതലേ ഉള്ള ഒരു ക്ഷേത്രമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ്, കുറേ നല്ല പഴയ കെട്ടിടങ്ങൾ. പല നാടുകളിൽ പോയിട്ട് പല തരത്തിലുള്ള ബുദ്ധക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇത് എവിടെയും കാണാത്ത ടൈപ്പ് ഒരു ക്ഷേത്രമാണ്. ആ കരിങ്കല്ല് വെച്ചുണ്ടാക്കിയ പടവുകൾ കയറി നമുക്ക് മുകളിലേക്ക് പോകാം. ഇതിൻ്റെ ചരിത്രമൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കി പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പഴയ അമ്പലമുണ്ട്, അത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് പക്ഷേ ഒരിക്കലും ഒരു ബുദ്ധക്ഷേത്രമായിട്ട് നിർമ്മിച്ചതാണോ എന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കരിങ്കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ബുദ്ധക്ഷേത്രം, ധാരാളം വിഗ്രഹങ്ങൾ നമുക്ക് ഉള്ളിൽ കാണാം. പക്ഷേ സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ ഓഫറിങ്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇത് കൊള്ളാം അല്ലേ? ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രധാന ക്ഷേത്രം. ഇതിനകത്തും ധാരാളം സന്യാസിമാർ ഇരിപ്പുണ്ട്. ഇതിനകത്ത് കുറച്ചും കൂടെ ഓഫറിങ്സും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള പ്രതിമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബുദ്ധൻ ഇരിക്കുന്നുണ്ടോ? ഇത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ പണ്ട് ബ്രിട്ടീഷുകാരും യൂറോപ്യൻസൊക്കെ വന്നിട്ട് പല സ്ഥലത്ത് കെട്ടിടങ്ങൾ പണിതിട്ടില്ലേ, അതേപോലത്തെ സംഭവം. മേ ബി ഇവിടെ ഈ പാറ വെട്ടി ഇവിടെ തന്നെ കല്ലെടുത്തുണ്ടാക്കിയ ഒരു ക്ഷേത്രമായിരിക്കാം. ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കംപ്ലീറ്റ് കോട ആയതുകൊണ്ട് വി കനോട്ട് സീ എനിത്തിങ്. കുച്ച് നഹി ദേഖ് സക്തേ ഹെ, ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ലൊരു കോട കയറി വരുന്നൊരു സ്ഥലം. അമ്പലം കൊള്ളാം, ആ ഒരു സ്തൂപവും അമ്പലമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലം. അബാൻഡൻഡ് ഫീലാണ് മൊത്തത്തിൽ എവിടെ നോക്കിയാലും. കണ്ടില്ലേ, ഒരു അബാൻഡൻഡ് ആയിട്ട് ഇട്ടിരിക്കുന്ന പോലുള്ള ഒരു സംഭവം. താഴെ ഇങ്ങനെ കോട കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ അവിടെ ഒരു ക്ഷേത്രം കാണാം. പക്ഷേ അത് പണ്ട് ഈ ഫ്രഞ്ചുകാർ വന്ന സമയത്ത് പണിത ഒരു കാത്തലിക് ചർച്ചായിരുന്നു. അത് പിന്നീട് ക്ഷേത്രമാക്കി മാറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇത് കൊള്ളാം അല്ലേ? ഇത് മറ്റേ പായലല്ലേ, പൂപ്പല്. ഭയങ്കര ആ ടെക്സ്ചർ കൊള്ളാം, നല്ല അടിപൊളിയായിട്ട്. ആ ഒരു ടെക്സ്ചറിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ പണ്ട് ഒരു അൺടച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഇപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയും എത്തി നിൽക്കാത്ത രീതിയിലുള്ളൊരു അവസ്ഥയിലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഇങ്ങനെ നമ്മുടെ സെല്ലുലാർ ജയിൽ പോലെ ഉണ്ട് ഇത് ദൂരെ നോക്കുമ്പോഴത്തേക്കിനും ആ കാണുന്ന കെട്ടിടങ്ങളൊക്കെ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും പിന്നെ ഒരു കോഫി ഷോപ്പും പരിപാടികളൊക്കെ ഉണ്ട്. ശരിക്കും കോട ഇങ്ങനെ കയറി വന്നില്ലാതെ നമുക്ക് നല്ലൊരു കിടിലൻ വ്യൂ എന്തായാലും ഇവിടെ നിന്ന് കിട്ടിയാൽ. കംബോഡിയ വന്നിട്ട് ഇങ്ങനെ കോട കാണാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. താങ്ക് യു സോ മച്ച് അനന്ത് ബ്രോ. ഇനിയിപ്പോൾ വിയറ്റ്നാം പോയിട്ട് വേണം തകർക്കാനായിട്ട്. അവിടെ ഇഷ്ടം പോലെ ഇല്ലേ? അടിപൊളിയായിരിക്കും, ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് വിയറ്റ്നാമിൽ. പക്ഷെ ഇവരിവിടെ എന്താണ് സംഭവം, എന്തൊക്കെയാണ് ഇതൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പ്രോപ്പറായിട്ട് എടുത്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈവൻ അങ്ങോട്ട് പോകാനുള്ള ശരിക്കുള്ളൊരു വഴി പോലും കാണുന്നില്ല. കണ്ടില്ലേ, എനിക്ക് ഇതൊക്കെ അബാൻഡൻഡ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിൽ വലിയ കൊടിമരം പോലെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. ശരിക്കും എനിക്ക് അത് തോന്നുന്നുണ്ട്, അത് പൊളിച്ച് കളഞ്ഞ പണിതാണെന്നൊരു സംശയമുണ്ട്. അതായത് പണ്ട് ഫ്രഞ്ചുകാർ വന്ന സമയത്ത് പണിത ഒരു പള്ളി, ആ പള്ളിയുടെ കുറച്ച് സ്ട്രക്ചേഴ്സ് അവിടെ നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു പീഠം ഉണ്ടാക്കിയിട്ട് ആ പീഠത്തിൻ്റെ മുകളിൽ നമുക്ക് ബുദ്ധൻ്റെ പ്രതിമ പണിത് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ആക്ച്വലി ഇത് കാണുമ്പോഴത്തേക്കിനും ഒരു ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും ഐ തിങ്ക് ദർ വാസ് എ സ്ട്രക്ചർ. സംഭവം മൊത്തത്തിലൊരു ചെറിയ വൈബൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇത്ര നേരം വൈബില്ലായിരുന്നു, ഈ കോട വന്നപ്പോഴത്തേക്കിനും വൈബായി. ശരി, നല്ല സ്ഥലം. ഇത് മെയിൻറ്റെയിൻഡ് ആക്കി ഇടുകയാണെങ്കിൽ നല്ല സ്കോപ്പുള്ള സ്ഥലമാണ്. അങ്ങനെ ആ അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു പള്ളിയുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ പള്ളികളുണ്ടായിരുന്നു. ആ പള്ളികളിൽ ചിലതൊക്കെ അവർ കൺവേർട്ട് ചെയ്ത്, ചിലതൊക്കെ അതേപോലെ അബാൻഡൻഡ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ബൈക്കേഴ്സ് ഇഷ്ടം പോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ടും ഫോട്ടോഷൂട്ടിനും പല പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ചില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊള്ളാട്ടോ സ്ഥലം.
നമ്മൾ മാത്രമേ ഉള്ളൂ, ഫുള്ള് രാജ്യമില്ല. നമുക്ക് വലിഞ്ഞ് കയറി പോവാം. പക്ഷെ എൻ്റെ അമ്മോ, ഇത് ശരിക്കും നമ്മളെ മൂന്നാർ ടൗണിലുള്ള ഒരു പള്ളിയില്ലേ, ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ബോക്കോർ കാത്തലിക് ചർച്ച്, അതാണ് ഈ കാണുന്നത്. പണ്ട് ഫ്രഞ്ചുകാർ വന്നപ്പോഴത്തേക്കിനും അവർ ചെയ്തതാണ് സംഭവം. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇത് ഒരു അബാൻഡൻഡ് ബിൽഡിംഗ് ആയിട്ട് തന്നെ നടക്കുകയാണ്. ഇത് നല്ല ഈ മാഫിയകൾക്ക് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനല്ലേ? അടിപൊളി. ഒക്കെ വരുന്നത്. അത് മാത്രമല്ല അകത്ത് കോട കയറുന്ന കണ്ടോ നോക്കി. വാവ്, കോട കയറുന്നു. നൈസ്. ഇപ്പം കോട ഇറങ്ങിപ്പോയല്ലോ. കറക്റ്റ് നമ്മളിവിടെ കയറി വന്നപ്പോൾ നമ്മളെ കോട കിട്ടി. തിരിച്ച് നമ്മൾ ഇറങ്ങിപ്പോകാനായിട്ട് തന്നെ കോട പോയി. എന്തായാലും സംഭവം അടിപൊളിയാണ്, വെറൈറ്റിയാണ്. ബ്രോ, ഒരു പ്രശ്നമുണ്ട്. നല്ല വിശപ്പ്. വിശന്നിട്ടേ കണ്ണ് കാണാൻ മേല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശോകമായിരുന്നു. അങ്ങനെ നമ്മൾ കംബോട്ട് എന്ന് പറയുന്ന ആ ഒരു ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു നദി ഇങ്ങനെ വന്നിട്ട് മറ്റേ കടലിലേക്ക് പോകുന്ന ഒരു അഴിമുഖം ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഫുഡ് കഴിക്കാതെ എനിക്കിനി ഒരു തുള്ളി അനങ്ങാൻ പറ്റില്ല കേട്ടാ. ഇവിടെ ഏതോ ഒരു മലയാളി നടത്തുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് തന്നെ. ഞങ്ങളിവിടെ കംബോട്ടിലെ പബ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ സൈമൺസ് തന്തൂർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. വാവ്, വെജ് ഉത്തപ്പം, സമോസ, പാലക് പനീർ, വെജ് കുർമ, മസാല ദോശ എല്ലാം ഉണ്ടല്ലോ. 5 മണിക്ക് ഇവിടെ വല്ലതും കിട്ടുമോ ഈ സമയത്ത്? വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലേ? ഹായ്, ചേട്ടനാണോ സൈമൺ? അല്ല, പിന്നെ ഓക്കെ വെരി ഗുഡ്. വാ, നമുക്ക് ഉടലിരിക്കാം. നീ മലയാളം പാട്ട് റെഡ് ലേബിൽ ഇരിക്കുന്നുണ്ടോ? വലിയൊരു കുട്ടി. അടിപൊളി. ഞാൻ വരുന്നോണ്ട് വെച്ചാൽ മലയാളം പാട്ട് ആണോ? ഇങ്ങേറെ ഫ്രണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി കൊണ്ടുവന്നേക്കാം. എന്തെങ്കിലും ഫുഡ് എടുത്തോളാൻ പറ, വിശന്നിട്ട് വയ്യ. ഇതാണോ സൈമൺ? നിങ്ങളാണോ സൈമൺ? ഹായ്. നമസ്കാരം. ശരിക്കും പേരെന്താ? ഷീൻ. എവിടെ സ്വദേശം? കണ്ണൂർ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങളെ പോലുള്ള ഒരാളുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാറ സീംറിയാപ്പ്, നോമ്പനൊക്കെ ഓക്കെ ഫൈൻ. ഇതിപ്പോ ഒരു ചെറിയൊരു സ്ഥലമല്ലേ? ചെറിയ സിറ്റിയാണ്. ആണോ? വെരി ഗുഡ്, നൈസ് മീറ്റ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നൊന്നും കഴിച്ചിട്ടില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഫുഡ് വരട്ടെ. സത്യമായിട്ട് വിശന്നിരിക്കുക, കള്ളമല്ല, കാര്യമായിട്ട് പറഞ്ഞ വിശന്നിട്ടാ സുഹൃത്തുക്കളെ. എന്ത് സംസാരിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ഫുഡ് കഴിക്കാൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ശരി, ചോറൊക്കെ റെഡിയായിരുന്നു ഇവിടെ. ഇത് എന്ത് റൈസ്? അത് നമ്മുടെ മുട്ടയാ? അടിപൊളി. ദൈവമേ, ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് വിളിച്ച് പറഞ്ഞാണ് ഇച്ചിരി കുത്തിരിച്ചോറ് കിട്ടുമെന്ന്. എനിക്ക് കുത്തിരിച്ചോറിന് വരെ ഇവിടെ പാലക്കാടൻ മട്ട റൈസ്. പുള്ളി എവിടെ നോക്കിയോ ചോറ് ഒപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. കമ്പോഡിയൻ മട്ടയാ? ഇതാണോ എന്നിട്ട് പാലക്കാടൻ മട്ടൻ ചേട്ടൻ പറഞ്ഞേ? ശരി. നല്ല ഫിഷ് ഫ്രൈ മോനെ, അടിപൊളി. ഇതിനിടയ്ക്ക് ലസ്സി കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുടിച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. അല്ലെ തന്നെ ഇച്ചിരി കഴിച്ച് കഴിയുമ്പോൾ ഇതിന് വയറ് നിറയും. പായസം, പപ്പടം, ചോറ്, പിന്നെ പരിപ്പ് കറി, മീൻ വറുത്തത്, പിന്നെന്താ ഉള്ള ചോറ്, മീൻ കറി, തോരൻ, ലസ്സി, മാംഗോ ലസ്സി എന്ന് തോന്നുന്നു. എന്താ വേണ്ട ഇനി? പക്ഷേ എൻ്റെ പൊന്നെ, ഇത് പേര് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനാ. ഞാൻ വ്ളോഗ് ചെയ്യാനോ? ഞാൻ കഴിക്കാന്ന്. നീ വ്ളോഗ് ചെയ്ത ഞാൻ കഴിച്ചോളാന്ന്. അടിപൊളി. എൻ്റെ പൊന്നെ, ഇത്രയും ഫുഡെല്ലാം കൂടെ മുമ്പിൽ വന്നിരുന്നിരിക്കുമ്പോഴത്തേക്കിനും ഭ്രാന്ത് പിടിച്ചു. അതാണ് ഈ പ്രശ്നം. നൈസ്. നല്ല കമ്പോഡിയൻ ഫിഷ് കറിയാണോ? നമ്മുടെ ഫിഷ് കറിയാണോ? ഫിഷ് കമ്പോഡിയ. കറി നമ്മുടെയാ. വെരി ഗുഡ്. ആ ചോറും മീൻ കറിയും എല്ലാം കൂടി ഇട്ട് ഇളക്കി ക്യാബേജ് തോരനൊക്കെ എടുത്ത് വെച്ചിട്ട് അടിപൊളിയാണല്ലോ. ഇഷ്ടപ്പെട്ടോ? നല്ല. ഇത് മാംഗോ ഫിഷ് കറിയാ, മാങ്ങയായിട്ട് ഫിഷ് കറി. അതിനിടയ്ക്ക് നല്ല മീൻ വറുത്തതും ഉണ്ട്. പൊളിച്ചു. ശരിക്കുള്ള ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന എൻ്റെ വേറെ അറിയില്ലേ. ഞാൻ കഴിച്ചിട്ട് വരാം. സംതൃപ്തിയായി ഗോപിയേട്ടാ. മീനൊക്കെ പെറുക്കി മാറ്റി ഫുള്ള് വെച്ച് നമ്മൾ മൊത്തം കഴിച്ചേട്ടാ. മോശമല്ല, നമ്മൾ ഓൾമോസ്റ്റ് ചോറ് പകുതി കാലിയാക്കി. നമ്മൾ നീ ഇച്ചിരി ദാലും തൊട്ടിട്ടില്ല. ഞാനെടുത്തു. ദാലും പായസം കൂടെ ബാക്കിയുണ്ട്, അതിന് കഴിക്കണം. നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചേട്ടൻ നല്ല അടിപൊളിയായിട്ടൊരു ഉണ്ടാക്കി വെച്ച്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, കിടിലൻ ഫുഡായിരുന്നു. പായസവും സൂപ്പർ അല്ലേ? പായസം കുടിക്കാത്ത ഞാനാ.
പകുതി ഗ്ലാസ് ആക്കി. ഗ്രാൻഡ് സദ്യ, പ്രീ ഓണ സദ്യ. ഉറങ്ങാൻ പോയിട്ട് റൂം ബുക്ക് ചെയ്യണ്ടേ? എന്നിട്ട് എണീറ്റിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കുന്നു. എവിടെയാ റൂം? കട്ടിലുണ്ടോ? നമുക്കേ നല്ല പൂളുള്ളൊരു ഹോട്ടൽ എടുക്കാം. എന്നിട്ട് നമുക്ക് പൂളിൽ പോയിട്ട് കുറച്ച് നേരം നീന്താം. അപ്പോൾ വീണ്ടും വിശക്കും. അപ്പോൾ നമുക്ക് രാത്രി 10 മണിക്കേ പുള്ളി അടയ്ക്കുള്ളൂ. അതിന് മുമ്പ് നമുക്ക് വീണ്ടും വരാം. ഒന്നര മണിക്കൂർ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഷെഫിന്റെ മുഖമുദ്ര എന്ന് പറയുന്ന വയറാണോ? വയർ അത്യാവശ്യം ഉണ്ടായാലും നല്ല അത്യാവശ്യം വയറുള്ള ആൾക്കാരൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കുമെന്നാ പറയുന്നത് ഇല്ലേ? ഞാനുണ്ടാക്കും വീട്ടിൽ ചെറിയ രീതിയിൽ വല്ലപ്പോഴൊക്കെ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എൻ്റെ ഭാര്യയും അമ്മയൊക്കെ കഴിച്ചിട്ട് നല്ലതെന്ന് പറയും. പിന്നെ എൻ്റെ വൈഫും ഋഷിക്കുട്ടനും ചേച്ചിക്കും പ്രത്യേകം പറയാൻ ഭയങ്കര ബിഗ് ഫാനാണ്. ആണോ? തീർച്ചയായും പറയാം. ചേട്ടൻ ഉണ്ടാക്കി തന്ന ഭക്ഷണം, അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിശന്നത് പൊരിഞ്ഞാ വന്നേ. ഇന്നലെ മുതൽ പറയുന്നുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിന് നിങ്ങളെ കാണണം, നിങ്ങൾ നല്ല ആളാണ്, നല്ല ഫുഡാണ് എന്നൊക്കെ എന്നോട് ഇന്നലെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആ മാംഗോ ഫിഷ് കറി ഉണ്ടല്ലോ, അത് സൂപ്പർ. എല്ലാം അടിപൊളിയായിരുന്നു. എടുത്തു പറയാനായിട്ട് മാംഗോ ഫിഷ് കറി അടിപൊളിയായിരുന്നു. പായസം സൂപ്പറായിരുന്നു. പൊതുവെ മധുരം കഴിക്കാതാവുന്നു, പക്ഷെ എന്നാലും ഞാൻ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അത് കൊണ്ടുവച്ചപ്പോൾ ഇത് ഇത്രയും കഴിക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ടായെങ്കിലും തിരിച്ചെത്രത്തോളം നിങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ 2017 തൊട്ടിട്ടുണ്ട്. 2016 തൊട്ട്. ആണോ? ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡ് തന്നെ? റെസ്റ്റോറൻറ്റ് ഫീൽഡ് ആണല്ലേ? ഞാൻ 23 വർഷമായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ട്. മലേഷ്യ ഉണ്ട്, പിന്നെ ഇന്തോനേഷ്യ, പിന്നെ വേറൊരു തിരുത്തുണ്ടായിരുന്നു. ഏഷ്യയിൽ US ഡോളറുള്ള കംബോഡിയ എന്ന് പറഞ്ഞില്ല, പക്ഷേ US ഡോളർ മാത്രമുള്ളൊരു കൺട്രി ഉണ്ട് ഏഷ്യയിൽ. ഏതാ? ഈസ്റ്റ് തിമൂർ എന്ന് പറയും. തിമൂർ ലിസ്റ്റ് ഞാൻ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? അവിടെ ഇല്ല. അവിടെ ഡോളർ മാത്രമേ ഉള്ളൂ. ലോക്കൽ കറൻസി ഇല്ല. 1.2 മില്യൺ പോപ്പുലേഷൻ ആണ്. ഓ, ഞാൻ പോയിട്ടില്ല. ഞാൻ അവിടെ 8 വർഷം ആണോ? ഇനി അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യാനിയ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അവിടെയൊക്കെ പോകണം. തിമൂർ ഒരു പുതിയൊരു തിമോർ ലിസ്റ്റ്, അത് മറ്റേ മലേഷ്യയുടെ ഭാഗമായിരുന്നു. ഇന്തോനേഷ്യയുടെ ഭാഗമായിരുന്നത് സെപ്പറേറ്റ് കൺട്രി ആയതാണ്. വേൾഡ് ന്യൂസ്റ്റ് കൺട്രിയാണ്. 2000 ഇൻഡിപെൻഡന്റ് ആയത്. അതൊക്കെ പോകാൻ കിടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ. രാവിലെ ഉറക്കമില്ലല്ലേ? ആണല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നോക്കട്ടെ. ഞങ്ങൾ രാവിലെ എണീറ്റ് പോയില്ലെങ്കിൽ നമുക്ക് രാവിലെ വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അയ്യോ പാവം പുള്ളി അടുക്കളയിലായിരുന്നു, വേർത്ത് വിളിച്ച് നിൽക്കുക, കഷ്ടമുണ്ട്. ഓക്കെ, സീ യു, ബൈ, എൻജോയ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ഫുഡും. ഇത് ഇവിടുത്തെ ഒരു പബ് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ 2 to 6 PM ഹാപ്പി അവർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഒരു കുഞ്ഞ് ചെറിയ പബ് സ്ട്രീറ്റ്. ഇവിടെ കുറച്ച് പബ്ബുകളും പിന്നെ കുറേ റെസ്റ്റോറൻറ്റുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ അത്ര വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. ഇത് സാധാരണ ഈ ബാക്ക് പാക്കേഴ്സൊക്കെ വരുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഈ ഒരു എന്താ പറയുക, കംബോട്ട് എന്ന് പറയുന്നത്. കംബോട്ട് ഇത് അടിപൊളിയാണ്. ഇതൊക്കെ ക്ലബ്ബാന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ നൈറ്റ് ലൈഫ് ഉണ്ടോ? ഇവിടെയുണ്ട്. അടിപൊളി. ഇവിടെ എന്തോ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും വൈബാണല്ലോ. പിള്ളേരൊക്കെ ചില്ലായിട്ടിരിക്കുന്നത് ഇവിടെ. ഇതൊക്കെ നല്ല പഴയ കെട്ടിടങ്ങളാണല്ലോ. ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് കുട്ടപ്പനാക്കിയിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, വേറെ ലെവലായിരിക്കും. പക്ഷേ ഇങ്ങനെ റീസ്റ്റോർ ചെയ്യരുത്. ചിലത് പലതും തോന്നി പിടിക്കുകയാണ് റീസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ പല റൗണ്ട് അബൌട്ടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഡൂരിയൻ റൗണ്ട് അബൌട്ടാണ് ഈ കാണുന്നത്. ഡൂരിയൻ റൗണ്ട് അബൌട്ട്, അതായത് ഇവിടെ വിഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രതിമകളും മനുഷ്യരുടെ പ്രതിമകളും മാത്രമൊന്നുമല്ല, ഇതുപോലെയുള്ള ഒരു ഡൂരിയൻ ഫ്രൂട്ട്, നമ്മുടെ ചൈനക്കാരുടെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡൂരിയൻ ഫ്രൂട്ട് ഇല്ലേ, ആ ഒരു ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ റൗണ്ട് അബൌട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടുത്തെ ഒരു നൈറ്റ് മാർക്കറ്റ് കാണാം നമുക്ക്. ഇത് സാധാരണ നമ്മളെല്ലായിടത്തും കാണുന്ന പോലത്തെ തന്നെ ഒരു നൈറ്റ് മാർക്കറ്റാണ്. ലോക്കൽസ് വൈകിട്ട് ഷോപ്പിങ്ങിനും ചെറിയ സ്ട്രീറ്റ് ഫുഡ് പരിപാടികളൊക്കെ കഴിക്കാനായിട്ടൊക്കെ വരുന്ന ഒരു സാധാരണ ഒരു നൈറ്റ് മാർക്കറ്റാണിത്. ഇല്ലേ? അങ്ങനെ നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചേട്ടാ, സ്വിമ്മിംഗ് പൂളിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പോയി ചാടണം. നമ്മൾ ചാടിയാൽ അവരെല്ലാം എണീറ്റ് വെക്കോളും. അതല്ലേ എനിക്കറിയില്ല. എവിടെ പോയാലും ഞാൻ എവിടെ പൂളിൽ പോയി ചാടിയാൽ അങ്ങനല്ല, നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മളെവിടെ പോയി പൂളിൽ പോയി ചാടിയാൽ അവർ പൂളിലുള്ള ആൾക്കാരൊക്കെ എണീറ്റ് പോകുന്നതാണല്ലോ പറയുന്നത്. ഓക്കെ, പെട്ടി സാധനങ്ങളൊക്കെ എടുക്കാം. ഇന്ന് നമ്മളൊരു 2 bedroom അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുന്നത്. 2 bedroom അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ റിസപ്ഷനൊക്കെ എവിടെയാ? ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ താഴെ കോട്ടേജ്, മുകളിലേക്കൊക്കെ കോട്ടേജുകളൊക്കെ കാണാം. നമ്മുടെ ഇതിൻ്റെ റിസപ്ഷൻ എവിടെ? അയ്യോ, ഇതെവിടെ സംഭവം?
കാണുന്നില്ലല്ലോ. ഹായ് ഹായ്, ഐ വാസ് ലുക്കിംഗ് ഫോർ ദ റിസപ്ഷൻ. ഹൗ ആർ യു? What is your name? മൈ നെയിം ഈസ് സുജിത്. Sujit Bhakthan. You got my booking? I booked it from Agoda. Okay, mua em. Yeah, villa. Villa hả? Yeah, 2-bedroom villa. Okay. You got my booking? No? Wi-Fi password. ചാരിയൊക്കെ എടുത്തോണ്ട് പോകണല്ലോ. I booked a 2-bedroom private villa. പ്രൈവറ്റ് വില്ല തന്നെ തരണം കേട്ടോ, പറ്റിക്കരുത്. ഇവിടെ അങ്ങനെ സംഭവം ഒന്നും ചോദിച്ചില്ല. വരുമ്പോഴേ എടുത്തു വരുമ്പോഴേ റൂം എടുത്തെങ്കിൽ തരുവാ. ID കാർഡും കാശൊന്നും വേണ്ടേ? ഓക്കെ നോ പ്രോബ്ലം ഐ ഗിവ് യു. യെസ് ഇതാണ് നമ്മുടെ വില്ല. മോനെ ഇത് വിളിച്ച് അടിപൊളി, കൊള്ളാം. ഇതേ നേരെ സ്വിമ്മിംഗ് പൂൾ വ്യൂ, സൂപ്പറാണ്, അടിപൊളിയല്ലേ? വില്ല. ഓക്കെ. ലൈറ്റ് ഇലക്ട്രിസിറ്റി ലൈറ്റ്സ്. ക്യാൻ യു ടേൺ ഓൺ ദ ലൈറ്റ്സ്? ഇരുണ്ട വിളിച്ചു വേണോ? ലൈറ്റ് ഒക്കെ ഓണാക്കൂ ചേച്ചി. ഫുൾ ലൈറ്റ്സ് ഓൺ. അപ്പോൾ ഇനി നമ്മുടെ വില്ല ഞാൻ കാണിച്ചു തരാം. ഇത് മുമ്പിൽ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ അകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് ശരിക്കും ഒരു ലിവിങ് ഏരിയ പ്ലസ് ഒരു ബെഡ്റൂം ആണ്. ഇവിടെ ഒരു ബെഡുണ്ട്, ഒരു ബെഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു AC ഉണ്ട്. പിന്നെ TVയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചണറ്റ് ഉണ്ട്. പിന്നെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഫ്രിഡ്ജൊന്നും വർക്കിംഗ് ഒന്നുമല്ല. ലൈറ്റ് ഇച്ചിരി ഡെം ലൈറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴപ്പമില്ലെന്നല്ല, എനിക്ക് ഇഷ്ടമല്ല, കുറച്ച് ലൈറ്റ് വേണം എനിക്ക്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബാർ കൗണ്ടർ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഫ്രീ വൈഫൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോമൺ ബാത്റൂമാണ്. ഒരു ബാത്റൂമേ ഉള്ളൂ, കോമൺ ബാത്റൂമാണ്. നോട്ട് ബാഡ്, സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൽ 2-3 പേർക്ക് കിടക്കാം. മൊത്തം 4 പേർക്ക് കിടക്കാവുന്ന ഒരു വില്ലയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഒരു AC ഉണ്ട്. നോട്ട് ബാഡ്. ഇത് 5500 രൂപയാണ് ഈ ഒരു കംപ്ലീറ്റ് വീടിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു പൈസയ്ക്ക് എന്തായാലും വർത്താണ്. 5000 രൂപയ്ക്ക് വರ್ತല്ലേ? 5500 രൂപ. 5500 രൂപയ്ക്ക് എന്തായാലും വർത്താണ്, കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത റൂമിന് അതിലും കൂടുതൽ റേറ്റ് ആയിരുന്നു. എന്തായാലും എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. സോ വി ഗോ ടു സ്വിമ്മിംഗ് പൂൾ ആഫ്റ്റർ സം ടൈം. പിന്നെ ഇതിൻ്റെ മേളിൽ ഇതൊക്കെ വില്ലയാണ് കേട്ടോ. ഇതൊക്കെ 1 ബെഡ്റൂം വില്ല, പിന്നെ 2 ബെഡ്റൂം വില്ല, സിംഗിൾ റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് അവിടെയുണ്ട് വേറെ ഒരു വില്ല കാണുന്നത്. 2 ഇങ്ങനത്തെ വില്ലയുണ്ട്. നൈസ് അല്ലേ ബ്രോ? വാ ചാടാം. ലെറ്റ്സ് ജംപ് ഇൻ ടു ദ പൂൾ ബഡി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പൂൾ. നല്ല വൈബുള്ള പൂളാണ്, നല്ല രസമുള്ള പൂളാണ്. നമ്മളിന്ന് കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഫുള്ള് വണ്ടിയിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് നല്ലൊരു എക്സസൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുൾ ഡേ ടയേർഡായിട്ട് വന്നിട്ട് ഒരു റിലാക്സിങ് ആവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പൂളി ചാടുമ്പോഴേ. എല്ലായിടത്തും നമുക്ക് പൂള് കിട്ടത്തില്ല. ചില സമയങ്ങളിൽ നമുക്ക് നല്ല പൂളുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ കിട്ടും. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ചില്ലാകുക എന്ന് പറയുമ്പോഴത്തേക്കിന് വലിയൊരു കാര്യമല്ലേ. നിങ്ങൾ പല ആൾക്കാർക്കും കംബോഡിയൻ വീഡിയോസ് കുറച്ച് മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്കറിയാം. ഐം സോ സോറി. ലൈക്ക് ഞാനിങ്ങനെ ഇതുവരെ വരാത്തൊരു രാജ്യമാണ്. അപ്പോൾ ഞാനതിങ്ങനെ വളരെ മനോഹരമായിട്ട് എൻ്റെ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിയറ്റ്നാം കയറുമ്പോഴത്തേക്കിനും അത് ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലങ്ങളാണ്. വിയറ്റ്നാം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാ രാജ്യത്തും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയെന്ന് വരില്ലല്ലോ. ഇപ്പോൾ തായ്ലൻഡ് വാസ് റിയലി ഫൺ. പിന്നെ ചൈന ഫണ്ണായിരുന്നു. ലാവോസ് വാസ് റിയലി ഗുഡ്. ടിബറ്റ് കുറച്ച് പേർക്ക് ബോറടിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ചരിത്രം പറയുമ്പോഴത്തേക്കിനും ആ ചരിത്രം പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഫൺ മാത്രം കാണിച്ചാൽ പോരല്ലോ, ചരിത്രം കൂടെ കാണിക്കണ്ടേ. നമ്മൾ ഒരു യാത്രികനല്ലേ എന്തൊക്കെ പറഞ്ഞാലും. നമുക്ക് ഇപ്പോൾ കംബോഡിയ വന്നു കഴിഞ്ഞാൽ അങ്കോർ വാട്ട് കണ്ടില്ലെങ്കിൽ അതിനകത്ത് എന്താ ഒരു ത്രില്ലുള്ളത്. അപ്പോൾ അങ്കോർ വാട്ടിൻ്റെ വീഡിയോസ് കുറേ ആളുകൾക്ക് ബോറടിപ്പിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്കോർ വാട്ടാണ് ഇവിടുത്തെ മെയിൻ. സോ അത് കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതെനിക്ക് കാണിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു യാത്രികനല്ലാണ്ട് മാറില്ലേ. ഇല്ലെങ്കിൽ ഒരു സാധാരണ യാത്രികനും എന്താ പറയുക ശുചിത്വ ഭക്തനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വേണ്ടേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പൂളിലൊന്ന് എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ സ്വിമ്മിംഗ് പൂൾ ടൈമെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിനും ഇവിടെ മൊത്തം LED ലൈറ്റ് ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെയോ തീയൊക്കെ പിടിച്ച് പുകയൊക്കെ വന്ന് ആ LED ലൈറ്റിൻ്റെ എന്തോ സാധനമൊക്കെ അടിച്ചു പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ വീണ്ടും തിരിച്ച് എവിടെ പോവാണ്? വിശന്നോ? ഞാൻ നീന്തി നന്നായിട്ട് വിശക്കാനായിട്ട്. ഞാൻ കുറേ തവണ നീന്തി. ഇവിടെ ഫുള്ള് ലൈറ്റ് ആണല്ലോ. രാത്രി ആയപ്പോഴത്തേക്കിന് ഈ ഒരു ചെറിയ ഗ്രാമമല്ല ചെറിയ പട്ടണം മൊത്തം
ലൈറ്റൊക്കെ ഇട്ട് മരത്തേലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി വൈബ്. നോക്കി മണി 11 മണിയായി. ഇപ്പോഴും അവിടെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഇത് ഇവിടെയൊക്കെ കടകളും മറ്റുമൊക്കെ പല സംഭവങ്ങളും ഉണ്ട്. അടിപൊളി. നമ്മളിപ്പോൾ രാത്രി മറ്റേ സൈമൺസ് റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കണ്ടില്ലേ, ഡാർലിംഗ് ബാറ്, മൊത്തം പബ്ബും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഈ ഏരിയ കംപ്ലീറ്റ് വൈബാട്ടോ. ആ കടയുടെ പേരുണ്ടോ, ആന സ്പൈസി ബാർ എന്ന് കണ്ടില്ലേ. ഫുള്ള് ഇവിടെ മൊത്തം ഇത് തന്നെയാണ് പരിപാടി. റെസ്റ്റോറൻറ്റും ബാറും. വാ, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കബാബ് പ്ലാറ്ററാണ് നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. നല്ല അടിപൊളി കബാബ് പ്ലാറ്റർ. നമ്മുടെ ഷീൻചേട്ടൻ അവിടെ പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, പൊറോട്ടയാണോ എന്താ അടിക്കണേ? പൊറോട്ട അടിച്ചോണ്ടിരിക്കുകയാണ്. പൊറോട്ട നിങ്ങള് ലൈവ് അടിക്കുന്നതാണോ പൊറോട്ട, ഫ്രോസൺ ആണോ? ലൈവാ? ലൈവിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നല്ല. രാത്രി 11:30 റെസ്റ്റോറൻറ്റ് അടച്ചിട്ടും നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. തന്തൂരി സാധനം നല്ല കിടിലൻ ടേസ്റ്റാണോ. എന്തെങ്കിലും പറഞ്ഞാലും പുള്ളി നല്ല കൈപ്പുണ്യമാണ്. അടിപൊളി ഫുഡാണ്. രാത്രി 12 മണിക്ക് നമുക്ക് വേണ്ടി ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടനാണ് നിങ്ങൾ കാണുന്നത്. ആ ചേട്ടൻ്റെ ആ സ്നേഹം നമ്മൾ ചിക്കൻ ടിക്ക. അതെ, നിങ്ങളിവിടെ കംബോഡിയയിൽ ഒന്നും നിൽക്കേണ്ട മനുഷ്യനല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട മനുഷ്യനാ. അടുത്ത മാസം ചിലപ്പോൾ ഓസ്ട്രേലിയക്ക് പോവാ അല്ലേ? പിന്നല്ല. തന്തൂരി അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിക്കൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ അയ്യോ ഇതെന്താ ചുട്ട് പുള്ളിയിരിക്കും. ഇപ്പം ശരിയായി. ഇതെന്താ ചുട്ട് പുള്ളിയിരിക്കുന്നത്? ചുട്ട് പുള്ളി ഇപ്പം ശരി. പൊടിയാ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡടി ഇന്നലെ രാത്രിയിൽ നല്ല അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് നല്ല കിടുക്കാച്ചയായിട്ട് ചേട്ടൻ്റെ അടുത്ത് നിന്ന് നല്ല ചിക്കൻ ടിക്കയും പിന്നെ പൊറോട്ടയും നാനും എന്തൊക്കെയോ കഴിച്ചു, കുറേ സംഭവങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചേട്ടൻ്റെ അടുത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. പക്ഷേ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് നല്ല ദോശ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദോശ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ വൈഫും കുട്ടിയൊക്കെ അവിടെ ഉണ്ട്. സോ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അങ്ങനെ ഞങ്ങൾ ഷീൻ ചേട്ടൻ്റെ വീട്ടിലെത്തി. നല്ല അടിപൊളി വീടൊക്കെ ആണല്ലോ ഇല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ലൊക്കേഷൻ. നമസ്കാരം, എന്താ വിശേഷം? നിങ്ങള് കേരളത്തിൽ എവിടെയോ താമസിക്കുന്ന പോലെ നാടൻ വൈബ് ഇല്ലേ? എല്ലാം ഉണ്ടല്ലോ. ഹായ്, ഹൗ ആർ യു? ഹായ് മോൾസ്, ഹൗ ആർ യു? അറിയോ എന്നെ അറിയോ? എന്നെ അറിയാന്ന് പറഞ്ഞാൽ മിഠായി തരാം. എന്നെ അറിയാന്ന് പറഞ്ഞാലേ മിഠായി വരുള്ളൂ. വേണോ മിഠായി? വേണോ? ആണോ? എന്നെ അറിയാന്ന് പറഞ്ഞാൽ മിഠായി തരാം. മിഠായി വേണോ? മിഠായി ഇതിനകത്ത് കുറേ മിഠായി ഉണ്ട്. വേണോ? നാണക്കാരിയാണല്ലോ. ഇന്നത് കൊടുത്തു. നാണക്കാരിയാണല്ലോ. വാങ്ങൂല. നല്ല വീടാട്ടോ, നല്ല ലൊക്കേഷൻ, അടിപൊളി. നീ ഇതെല്ലാം കുറെ വീടുകളുണ്ടല്ലോ ഇവിടെ. അത് ആഴ്ച 3-4 ദിവസം തന്നെ ഉള്ളൂ അല്ലേ? ദോശ, സാമ്പാർ. ചേച്ചിയുടെ പേരെന്താ? അനുഷ. ചേച്ചിന്ന് വിളിക്കാവോ? അത് എന്റെ പ്രായമുള്ളോ? അല്ല, അനിയത്തിയാ? അപ്പൊ എന്റെ അനിയത്തിയാ? സോറി, ചേച്ചിന്ന് വിളിച്ച് ഇഷ്ടപ്പെടല്ലേ, അങ്ങനെ വിചാരിക്കല്ലേ. ഞാൻ ഒരു ബഹുമാനത്തിന് വിളിച്ചാണ്. എന്താ പേര്? അനുഷ. ഓക്കെ, അനുഷ. ഇതാരാ ഉണ്ടാക്കിയ? ഷെഫാണോ ഉണ്ടാക്കിയ? ആണല്ലേ? അത് ശരി. ഷെഫ് വീട്ടിൽ അടുക്കള കയറുമോ? ആണല്ലേ? റെസ്റ്റോറൻറ്റിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നല്ല അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ദോശ, സാമ്പാർ, ചട്നി. എന്താ വേണ്ടേ? സൂപ്പർ. സോറി, ഇത്രയും നേരം ഞാൻ ക്യാമറയുടെ സെറ്റിങ്സ് ഇച്ചിരി ഓവർ എക്സ്പോഷർ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്യാൻ നേരം മാറ്റി ഒരു തിരിച്ചു മാറ്റാൻ മറന്നു പോയത്. പഴംപൊരിയാ? പൊന്നേ, എന്തൊക്കെയാണ്. നിങ്ങൾ കഴിച്ചോ? ഇല്ല, കഴിക്കാൻ എനിക്ക് മടിയൊന്നും വിചാരിക്കണ്ട. കഴിച്ചോ, സ്വന്തം വീട് കഴിച്ച വേറെ വിടാൻ കരുതല്ലേ? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നോക്കി, ഇതുപോലെയുള്ള കുറേ കുഞ്ഞു വീടുകൾ ഇങ്ങനെ ഒരു മതിലെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ മതിലൊക്കെയാണ് പണിത് വെച്ചിരിക്കുന്നത്. ഉണ്ടല്ലേ, ഈ ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുള്ള മതിൽ. കുഞ്ഞു വീടുകൾ നിറച്ച് തെങ്ങ്, മാവ് ഒക്കെ ആയിട്ട്
നല്ല രസമുള്ളൊരു ഒരു ഒരു നമ്മുടെ നാട്ടിൽ ഈ വില്ല പ്രൊജക്റ്റുകളൊക്കെ ഇല്ലേ, അതേപോലെ തന്നെയുള്ള ഒരു ചെറിയ ഒരു ഏരിയ ആണിത്. ഇതിനകത്ത് ഏകദേശം ഒരു 10-15 വീടുകളുണ്ട്. ഇത് വേറൊരു വീട്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ വില്ല പ്രൊജക്റ്റ് പോലെ സെയിൽ ചെയ്ത് എന്തെങ്കിലും സ്ഥലമൊക്കെ ആയിരിക്കാം. കുറേ തെങ്ങും മാവും ഒക്കെ നിൽക്കുന്നു, വാഴ നിൽക്കുന്നു, നല്ല ആംബിയൻസ്, നല്ലൊരു ഫീലുള്ള ഒരു സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു ഏരിയ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. സി യു, താങ്ക് യു ഫോർ ദ ഫുഡ്. ഷെയ്ക്കാൻ തരും എനിക്ക്, ഷെയ്ക്കാൻ തരുമോ? നല്ല കുട്ടിയല്ലേ, ഗുഡ് ഗേൾ അല്ലേ? ഒരു ഷെയ്ക്കാൻ്റെ താന്ന്. ഹലോ, ഹൈഫ് ചെയ്താ. ഓ, ഞങ്ങൾ ഇച്ചിരി നാണക്കാരി, ഞങ്ങൾ കുറച്ച് സമയമൊക്കെ എടുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സീ യു ദെൻ. ബൈ ബൈ, ബൈ. അപ്പോൾ നമുക്കും കാണാം. ബൈ ബൈ. ഞങ്ങളിവിടെ നിന്ന് ഇനിയിപ്പോൾ നോംപെൻ പോകാൻ പോവാണ്. ഇന്ന് മിക്കവാറും നമ്മുടെ കംബോഡിയയിൽ നിന്നുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. നാളെ ഞാൻ വിയറ്റ്നാമിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. സോ സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും നമ്മളും ബൈ ബൈ.